ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ കുസാറ്റ് ബി ടെക്കിൻ്റെ സ്പോട്ടാണ്, സെക്കൻഡ് സ്പോട്ടാണ് എടുത്ത് വരാനുള്ളത്. അപ്പോൾ അതിന് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുക. ഇപ്പോൾ ഏറ്റവും അടുത്ത ആദ്യം വരാൻ പോകുന്നത് ഇൻറ്റഗ്രേറ്റഡ് MSCയുടെയും അതേപോലെ ബി ടെക് ലാറ്ററൽ എൻട്രിയുടെയും സ്പോട്ട് അഡ്മിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സീറ്റ് വേക്കൻസി അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് MSCയുടെ സീറ്റ് വേക്കൻസി നമുക്ക് കാണാൻ പറ്റും. സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ജനറലിൽ 2, AIQ ഒന്നുമില്ല, ETB 5 ഉണ്ട്, മുസ്ലിം 4 ഉണ്ട്, LC 1 ഉണ്ട്, SCT 5 ഉണ്ട്, OBX ഒന്നുമില്ല, PHC 2, EWS 2. ഇതാണ് 21-ാം തീയതി വരെയുള്ള ഇൻഡിക്കേറ്റഡ് MSCയുടെ വേക്കൻസീസ്. ഇനി അത് കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രിയിലാണെങ്കിൽ ലാറ്ററൽ എൻട്രിയുടെ സീറ്റ് വേക്കൻസി ഇങ്ങനെയാണ് കാണുന്നത്. ലാറ്ററൽ എൻട്രി സ്റ്റേറ്റ് മെറിറ്റിൽ തൃക്കാക്കരയിൽ OBXന് മാത്രമേ സിവിലിന് ഒരു വേക്കൻസി ഉള്ളൂ. സമയം ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ ETBയിലാണ് വേക്കൻസി ഉള്ളത്. ലാറ്ററൽ എൻട്രി കമ്പ്യൂട്ടർ സയൻസിൽ KSC ആണ് 3 വേക്കൻസി ഉള്ളത്, EWSന് 1 വേക്കൻസിയും, പിന്നെ ലാറ്ററൽ എൻട്രി CSന് OBHന് 1 വേക്കൻസിയും മാത്രമേ ഉള്ളൂ. പിന്നെ ലാറ്ററൽ എൻട്രി ട്രിപ്ലിക്ക് EWS മാത്രം 1 വേക്കൻസി ഉള്ളൂ. സ്റ്റേറ്റ് മെറിറ്റിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ KSCക്ക് 1 വേക്കൻസി. പിന്നെ ലാറ്ററൽ എൻട്രി EC VSK ആണ് 1 വേക്കൻസി ഉള്ളത്. പിന്നെ KST 1 വേക്കൻസിയാണ് സ്റ്റേറ്റ് മെറിറ്റിലുള്ളത്. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ ETB 1 വേക്കൻസിയും പിന്നെ KSC 1 വേക്കൻസി ഉണ്ട് കേട്ടോ. ലാറ്ററൽ എൻട്രി IT ഒക്കെ ആണെങ്കിൽ KMBയിലാണ് 1 വേക്കൻസി ഉള്ളത് സ്റ്റേറ്റ് മെറിറ്റിൽ. പിന്നെ EWS ആണ് 1 വേക്കൻസി. അതേസമയം ലാറ്ററൽ എൻട്രി ഓൾ ഇന്ത്യ മെറിറ്റിൽ KST 1 വേക്കൻസിയും OBX 1 വേക്കൻസി ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ലാറ്ററൽ എൻട്രി ME മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് OBX മാത്രമേ സ്റ്റേറ്റ് മെറിറ്റിൽ 1 വേക്കൻസി ഉള്ളൂ. പിന്നെ ETB ആണ് വേറെ വേക്കൻസി ഉള്ളത്. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ വരെയാണ് 1 വേക്കൻസി ഉള്ളത്. പിന്നെ ലാറ്ററൽ എൻട്രി കുട്ടനാടാണ്. കുട്ടനാട് KSC 3 വേക്കൻസിയും EWS 1 വേക്കൻസി ഉണ്ട്. പിന്നെ കുട്ടനാട് ഓൾ ഇന്ത്യ മെറിറ്റിൽ കുറച്ച് വേക്കൻസീസ് ഉണ്ട്, ജനറൽ 5ഉം പിന്നെ വേറെ റിസർവേഷൻസിൽ കുറച്ച് വേക്കൻസീസൊക്കെ ഉണ്ട്. അതേപോലെ ഏറ്റവും കൂടുതലുള്ളത് ട്രിപ്ലിക്കാണ്, 22 വേക്കൻസി സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ ഉണ്ട് ലാറ്ററൽ എൻട്രിക്ക് കുസക്കിൽ. പിന്നെ ECക്ക് ഉണ്ട് 13 വേക്കൻസി സ്റ്റേറ്റ് മെറിറ്റിൽ, വേറെയും കുറച്ച് റിസർവേഷൻസിലൊക്കെ വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടനാട് കുറച്ചധികം വേക്കൻസീസ് തന്നെ കാണുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിന് 10 വേക്കൻസി ഉണ്ട്. KSC റിസർവേഷനിലും കുറച്ചധികം വേക്കൻസികളുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് അപ്ഡേറ്റ് PG അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ PGയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നവർ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ 23, അതായത് നാളെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഫീ അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അലോട്ട്മെൻറ്റ് എടുക്കണതിൻ്റെ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഡൗട്ട്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ അത് ഇഷ്ടമില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് എടുക്കണമെന്നാണ്. അപ്പോൾ BTechനെ അപേക്ഷിച്ച് PGക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇഷ്ടമില്ലാത്തത് അലോട്ട്മെൻറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ഓപ്ഷൻ ഹയർ ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കാം. പിന്നെ അതിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. PGയുടെ ലാസ്റ്റ് റാങ്ക് അലോട്ടഡ് ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ അടുത്ത ഇനിയിപ്പോൾ റാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒക്കെ അത് അറിയാൻ പറ്റും. ഉണ്ടല്ലേ, ഇത് MSc കെമിസ്ട്രി ഓരോ ജനറലിൽ 10 ലാസ്റ്റ് റാങ്ക് അലോട്ടഡ് ഏതാണെന്ന് ഇട്ടിട്ടുണ്ട്. IIQ എത്രയാണ്, ETB, MSM, ABH, അതേപോലെ OBX, SCT, EWS, അങ്ങനെ ഓരോ കാറ്റഗറിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. MSc കെമിസ്ട്രി കഴിഞ്ഞ് മാത്തമാറ്റിക്സ് അതേപോലെ ഇട്ടിട്ടുണ്ട്, ഫിസിക്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, MA അപ്ലൈഡ് എക്കണോമിക്സ് ഉണ്ട്, MA ഹിന്ദി, MSc മൈക്രോബയോളജി, MSc മെറ്റീരിയോളജി, MSc ഹൈഡ്രോ കെമിസ്ട്രി, MSc ഇലക്ട്രോണിക്സ്, എൻവയോൺമെൻറ്റൽ ടെക്നോളജി, സ്ട്രീം 1ഉം 2ഉം, മറൈൻ ജിയോളജി, മറൈൻ ജിയോ ഫിസിക്സ്, മറൈൻ ബയോളജി, ബയോടെക്നോളജി, ഓഷ്യനോഗ്രഫി, MFSC ഉണ്ട്, സീ ഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ സയൻസിൻ്റെ ഉണ്ട്, MSc ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, പിന്നെ MCA റെഗുലർ കുസക്ക് ഉണ്ട്, കോസ്റ്റ് ഷെയറിംഗ് കുസക്ക് ഉണ്ട്, MCA റെഗുലർ DCA ഉണ്ട്, കോസ്റ്റ് ഷെയറിംഗ് DCA ഉണ്ട്, ലാറ്ററൽ എൻട്രി ഇട്ടിട്ടുണ്ട്, ലാറ്ററൽ എൻട്രി കോസ്റ്റ് ഷെയറിംഗ് കുസക്ക് ഉണ്ട്, പിന്നെ MVOC മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ
ഡെവലപ്മെൻറ്റിൻ്റെ ഉണ്ട്, എംബോക്ക് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഉണ്ട്, LLM റെഗുലർ, LLM IPR, LLM IPR PhD, LLM IP PhD. അപ്പോൾ എല്ലാവർക്കും അവരത് കോഴ്സുകളെ നോക്കേണ്ട അവർക്ക് ആവശ്യമുള്ളവർക്ക് ഇത് നോക്കി മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കുസാറ്റിലെ അഡ്മിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. പിന്നെ BTechൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ 27-28 നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആവശ്യമുള്ളവർക്ക് അത് രജിസ്റ്റർ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ പ്രധാനമായിട്ടും അപ്ഡേറ്റ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.